ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു അതിമനോഹരമായ ഒരു കോഫി ടേബിൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ മരപ്പണി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ശ്രദ്ധയോടെ വീഡിയോ കണ്ടാൽ ഇതുപോലെ അതിമനോഹരമായ ഒരു കോഫി ടേബിൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതിന് തക്കവണ്ണമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ മുഴുവനായിട്ട് കാണുക. ഞാൻ ഈ വീഡിയോയിൽ ഈ കാണുന്ന ഈ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് ഈ കോഫി ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഇതൊക്കെ ഞാനിപ്പോൾ വരച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന്, മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് തക്കവണ്ണം ഞാൻ അതിൻ്റെ വിവരണങ്ങൾ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ വരക്കണയൊക്കെ കാണിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ലെങ്ത്ത് വീഡിയോയ്ക്ക് കൂടണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നാൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഹോളി ഇടുന്നതും കുടുംബം എടുക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ നീളവും കാര്യങ്ങളും എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ മറ്റുള്ളവർക്കെല്ലാം കുറച്ചൊന്ന് ഷെയർ ചെയ്യണം വീഡിയോ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നിങ്ങളിപ്പോൾ കാണുന്ന ഈ പീസ് ആണ് ഇതിൻ്റെ കാലിൻ്റെ പീസ്. അതിൻ്റെ ഉയരം ഹൈറ്റ് 16 ഇഞ്ചാണ്. ഇങ്ങനത്തെ 8 പീസാണ് നമ്മൾ കാലിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ 4 പീസിൻ്റെ വീതി 2.25 ഇഞ്ച്, 4 പീസിൻ്റെ വീതി 4.25 ഇഞ്ചാണ്. അത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇത് അതിൻ്റെ അടിവശത്തെ അടിച്ചുകൂട്ടിൻ്റെ ഹോളാണ്. അത് 1.25 ഇഞ്ചിൻ്റെ ഹോളാണ്. ഇപ്പോൾ നമ്മൾ തുളക്കുന്നത് മുകളിലത്തെ അടിച്ചുകൂട്ടിൻ്റെ ഭാഗമാണ്. അത് 2.25 ഇഞ്ച് വീതിയാണ് അടിച്ചുകൂട്ട്. 2.25 ഇഞ്ച് വീതിക്ക് നമ്മൾ 2 ഇഞ്ചിൻ്റെ ഹോളാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈ കാലിൻ്റെ 8 പീസിനും മുകൾ ഭാഗത്ത് ഇതുപോലെ 2.25 വരച്ചിട്ട് നമ്മൾ 2 ഇഞ്ചിന് ഹോളിടും. 3/4 ഇഞ്ച് മുകളിൽ ആ സ്പേസ് ഫ്രീ ആയിട്ട് നിൽക്കും. അതുപോലെ താഴത്ത് നമ്മൾ ഫ്ലോറിൽ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് വരച്ചിട്ട് 1.25 ഇഞ്ച് ഹോളിടണേണ്. ഇപ്പോൾ ആ 1.25 ഇഞ്ചിൻ്റെ ഹോളാണ് ഇപ്പോൾ ഇടുന്നത്. വീണ്ടും ഇങ്ങനെ ഈ 2.25 ഇഞ്ച് വീതിയുടെ 4 പീസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് ഇത് 4.25 ഇഞ്ചിൻ്റെ പീസാണ്. 4.25 ഇഞ്ച് വീതി, 1 ഇഞ്ച് ഒരു നൂല് കനം. അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ വരക്കുന്നത്. ഉണ്ട് മുകളിൽ 2.25 ഇഞ്ച് അടിച്ചുകൂട്ടിൻ്റെ ഹോള്, 2 ഇഞ്ച് ഹോള്, 2.25 ഇഞ്ചാണ് അവിടെ അടിച്ചുകൂട്ട് വരുന്നത്. അതുപോലെ തന്നെ താഴെ 1.25 ഇഞ്ചിൻ്റെ ഹോള്. രണ്ടും സെയിം ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഇനി നമ്മളിങ്ങനെ 2.25 ഇഞ്ച് വീതിയും 4.25 ഇഞ്ച് വീതിക്കും ഈ എടുക്കുന്ന 4 പീസും കൂടി 8 പീസും കൂടി നമ്മളെങ്ങനെയാണ് കാല് യോജിപ്പിച്ചെടുക്കുന്നതെന്നുള്ള നമുക്ക് വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇതിപ്പോൾ ഞാൻ റൂട്ടറിന് ഒരു ഹോളിൻ്റെ ഒരു പോയിൻ്റ് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു 1/2 ഇഞ്ച് താഴ്ച ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ഉളിക്ക് കുത്തി ഒരു 1 ഇഞ്ച് 1.25 ഇഞ്ചിന് ആഴം എടുത്തിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇതാണ് ആ കുടുമയുടെ ആഴം. ഇത് നമ്മൾ റൂട്ടർ വെച്ചിട്ട് തന്നെ എടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ള ഇപ്പോൾ കാണാം. നമ്മൾ സാധാരണ ഒരു പൊഴിവിറ്റ് വാങ്ങിക്കുക, എന്നിട്ട് അതുപോലെ ബയറിങ് അഴിച്ച് കളഞ്ഞിട്ട് ആ ഭാഗം അത് ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ കാണുമ്പോൾ ഇതൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതുപോലെ കുടുമ എടുക്കാനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് റൂട്ടർ വെച്ച് നമുക്ക് എളുപ്പം കുടുമയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ട് ഇതുപോലെ നമ്മൾ കുടുമ എടുത്തതിന് ശേഷം ബാക്കി ഉളിക്ക് കുത്തി ഫിനിഷ് ചെയ്തെടുക്കണം. അതുപോലെ ഞാനിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പണിയുന്ന ഈ കോഫി ടേബിളിൻ്റെ, അതായത് ടീപ്പോൻ്റെ ടോട്ടലി വീതി നീളവും ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ വീതി 18 ഇഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നീളം 30 ഇഞ്ച്. അങ്ങനെ 30 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതിയുള്ള ഗ്ലാസ്സാണ് നമ്മൾ ടോപ്പിൽ വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ അടിച്ചൂട്ട് എടുക്കുന്നത് 30 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ 28 ഇഞ്ചിന് എടുക്കുകയുള്ളൂ. ബാക്കി 1 ഇഞ്ച് ചാടിക്കിടക്കണം. അതുപോലെ തന്നെ 18 ഇഞ്ച് എന്ന് പറയുമ്പോൾ 16 ഇഞ്ചിന് എടുക്കുകയുള്ളൂ. അപ്പോൾ 16 ഇഞ്ചിന് ഇപ്പോൾ ഈ കാണുന്നത് ഈ പീസ് അതിൻ്റെ അടിച്ചുകൂട്ടിൻ്റെ ഉള്ളു വരച്ചിരിക്കുന്നത്
നമ്മൾ 7.5 ഇഞ്ചിനാണ് നമ്മളതിൻ്റെ ഉള്ളിൽ വരച്ചിരിക്കുന്നത്. ഇത് വന്ന് ഇപ്പോൾ അത് അടിച്ചേറ്റാൻ പോകുന്നത് 4.25 ഇഞ്ചിൻ്റെ പീസല്ല. അപ്പം 4.25 8.5 ഇഞ്ച്, 8.5 ഇഞ്ചും 7.5 ഇഞ്ചും കൂടി ആകുമ്പോഴേക്കും അത് 16 ഇഞ്ച് വീതിയാവും. അതുപോലെ തന്നെ നീളം കൂടിയ ഭാഗത്ത് 28 ഇഞ്ചിന് വരക്കുന്ന സ്ഥലത്ത് 19.5 ഇഞ്ചിന് വരക്കും. 19 ഇഞ്ചാണ് അതിൻ്റെ ഉള്ളിലത്തെ വര, അടിച്ചൂട്ടിൻ്റെ ഉള്ളിലത്തെ വര 19 ഇഞ്ചാണ് ഈ ഇരിക്കുന്നതിൻ്റെ. ഇപ്പം മാറ്റി വെച്ചതിൻ്റെ നീളമാണ് ഞാൻ പറഞ്ഞത് 19.5 എന്ന്. ആ 19.5 പീസ് നമ്മൾ 2.25 ഇഞ്ചിൽ അടിച്ച് കയറ്റും. 2.25 ഇഞ്ചിൽ അടിച്ച് കയറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന പീസിൻ്റെ കനവും പിന്നെ അപ്പുറത്തൊരു നമ്മളൊരു 1/2 ഇഞ്ചിൻ്റെ പീസ് പിടിപ്പിച്ചും കൂടി കൊടുക്കും. അങ്ങനെ അതും 4.25 ഇഞ്ച് വരും. അങ്ങനെ 4.25 8.5 8.5 19.5 കൂടി ആകുമ്പോഴേക്കും എത്രയും 28 ഇഞ്ച്. അങ്ങനെയാണ് അതിൻ്റെ നീളം കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വേണം അത് വരക്കാനായിട്ട്. ഇപ്പോൾ ആ കട്ടറിനെ കട്ട് ചെയ്ത് കളഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പീസിന് വരച്ചപ്പോൾ കൂടുതൽ നീളം ഉണ്ടായത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇനിയിപ്പോൾ ഇതുപോലെ അതിൻ്റെ അരിക് സാൻഡ് ചെയ്തെടുത്തിട്ട് ഇത് അടിച്ച് കയറ്റാൻ പോണേ. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ പീസും ഹോൾ ഇട്ടും കഴിഞ്ഞു, കുടുമ എടുത്തും കഴിഞ്ഞു. ഇനി നമ്മളിത് എല്ലാം അടിച്ച് കയറ്റാൻ പോണേ. അടിച്ച് കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് പശ ഇടണം. പിന്നെ അതുപോലെ തന്നെ ഇത് അടിച്ച് കയറ്റിയിട്ട് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നന്നായിട്ട്. അപ്പോഴാണ് ആ ടീപ്പ് ഇത്ര ഭംഗിയായിട്ട് അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധയോടെ കാണുക. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം അടിച്ച് കൂട്ടിയത് 16 ഇഞ്ചിൻ്റെ അടിച്ചുകൂട്ടാണ്. ഇപ്പോഴും ഇതും 16 ഇഞ്ചിൻ്റെയാണ്. ഇത് ശ്രദ്ധിക്കണം. അത് 16 ഇഞ്ചിൻ്റെ അടിച്ചുകൂട്ടിന് നമ്മൾ 4.25 ഇഞ്ചിൻ്റെ കാലാണ് നമ്മളതിന് അടിച്ചു കൂട്ടുന്നത്. ഉണ്ട്. ഇപ്പോൾ 4.25 ഇഞ്ചിൻ്റെ പീസിലാണ് പശ ഇടുന്നത്. ഇതാ ഇപ്പോൾ 16ൻ്റെ ഫ്രെയിം രണ്ടും അടിച്ചു കൂട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ കൂട്ടുന്നത് 28 ഇഞ്ചിൻ്റെയാണ്. അതായത് നീളം കൂടിയ അടിച്ചുകൂട്ട്. അതിൻ്റെ കാല് 2.25 ഇഞ്ചിൻ്റെ കാലാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ രീതിയിൽ വേണം അത് അടിച്ചു കയറ്റാനായിട്ട്.
ഇതാണ് രണ്ടാമത്തെ വലിയ ഫ്രെയിമിൻ്റെ പീസ്. അതാണ് ഇനിയിപ്പോൾ അടിച്ചു തരുന്നത്. അങ്ങനെ 2 വലിയ ഫ്രെയിമും 2 ചെറിയ ഫ്രെയിമും ചേർന്നിട്ടാണ് നമ്മൾ ഈ കോഫി ടേബിൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ചിറ്റാണി വെച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. ഞാൻ ചെയ്യുമ്പോൾ ഇതുപോലെ പിന്നടിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഡബിൾ മെഷീൻ ഉണ്ടായില്ലല്ലോ, അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഡ്രില്ല് വെച്ചിട്ട് ഹോളിട്ടിട്ട് മരത്തിൻ്റെ ചിറ്റാണി അടിച്ച് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചെറിയ മുള്ളാണി അടിച്ചിട്ടാണെങ്കിലും എടുക്കാം. പക്ഷെ നന്നായിട്ട് പശ ഇട്ടിരിക്കണം. പശ ഇട്ട് കഴിഞ്ഞാൽ പശ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ മുള്ളാണിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിന്നോളും. ഇനി നമ്മൾ ഈ 4 ഫ്രെയിമും കൂടി യോജിപ്പിച്ച് നമ്മൾ കോഫി ടേബിൾ സെറ്റ് ചെയ്തെടുക്കാൻ പോണേ. നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ഒരു റീപ്പർ സൈഡിൽ വെച്ചിട്ട് ആ കനം ഉള്ളിലേക്ക് വലിച്ചു വെച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണം.
ഇതായിപ്പോൾ നമ്മളെ പിൻവെച്ച് അത് പിടിപ്പിച്ച് നിർത്തിയിട്ട് നമ്മൾ ഇനി ഡ്രൈവ് വാളിൻ്റെ 2 ഇഞ്ചിൻ്റെ സ്ക്രൂ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ആ സ്ക്രൂ വെച്ച് അത് ഫിനിഷ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ബലത്തിൽ നിൽക്കത്തുള്ളൂ. അതിങ്ങനെ ഈ 4 കാലയിലും നമ്മൾ ഈ 2 സ്ക്രൂ വെച്ചിട്ട് നമ്മളത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ സ്ക്രൂ വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, 4.25 ഇഞ്ച് വീതിയുള്ള പീസിൽ നിന്നാണ് നമ്മൾ സ്ക്രൂ വെക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 4.25 ഇഞ്ച് വീതിയുള്ള പീസിൽ നിന്ന് 2.25 ഇഞ്ച് വീതിയുള്ള പീസിലേക്ക് നമ്മൾ വെച്ച് നമ്മളിപ്പോൾ 1 ഇഞ്ച് 1 നൂല് വീതിയും 1/2 ഇഞ്ച് കനവുമുള്ള ആ റീപ്പർ പിടിപ്പിച്ചു കൊടുക്കുന്നത് ആ സ്ക്രൂ വെച്ചതിൻ്റെ മുകളിലാണ്. അപ്പോൾ സ്ക്രൂവിൻ്റെ പാടും കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്കത് അതൊരു ഡിസൈനായിട്ടും കൂടി നമുക്കത് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഈ റീപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ കോഫി ടേബിളിൻ്റെ താഴത്തെ തട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയെന്ന് നമുക്ക് കാണാം.
നമ്മളിപ്പോൾ ഇത് എങ്ങനെയാണ് പോളിഷ് ചെയ്യുന്നതെന്ന് വെച്ചെന്നാൽ നമ്മൾ ടിന്നറും സീലറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളത് ഈ ക്ലോത്ത് വെച്ച് പുരട്ടി കൊടുത്തതിന് ശേഷം അത് 120 എമരി പേപ്പർ ഇട്ട് നമ്മളത് സ്മൂത്ത് ചെയ്ത് അതിന് ശേഷം നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത ശേഷം മെലാമിനാണ് ഇപ്പോൾ നമ്മൾ അടിക്കുന്നത്, മെലാമിൻ ഗ്ലോസി. അത് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്, പക്ഷേ ബ്രഷിനും അടിക്കാമെന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിതിനെ ബ്രഷിന് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളിതുപോലെ ഒരു കോഫി ടേബിൾ ചീപ്പ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നിങ്ങളത് അതിനെക്കുറിച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അറിയിക്കാം. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു.